ഈ തൈറോയ്ഡ് ഹോർമോൺ പുറപ്പെടുവിക്കുന്നു. ഉം. അപ്പോൾ അത് വേറൊരു തരം അസുഖമാണ്. അതായത് ഹോർമോണിൻ്റെ കുറവ് കൂടുതൽ. അപ്പോൾ കൂടുതലും എൻഡോക്രൈനോളജി ഡോക്ടറായിരിക്കും അതിനെ അതിനെ അതെ. ട്രീറ്റ് ചെയ്യുക. അപ്പോൾ തൈറോയിഡിൻ്റെ പലപ്പോഴും ആളുകൾക്കുള്ള ഒരു മിസ്കൺസെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് നോർമലാണ്. ഉം. അപ്പോൾ തൈറോയിഡുമായി ബന്ധപ്പെട്ട മുഴകളൊന്നും പ്രശ്നമല്ല, ഉം. അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാൻസർ ഒന്നും വരില്ല എന്നുള്ള ഒരു ചിന്ത വരും. പക്ഷേ അതങ്ങനെയല്ല. അപ്പം തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് നോർമലാണ് എന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ നോർമലാണ്. അതിലെന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള മെഡിസിൻ എടുക്കേണ്ടി വരും. ഉം. അപ്പോൾ ആ ഒരു രീതിയിൽ. പക്ഷേ തൈറോയ്ഡ് ക്യാൻസർ എന്ന് പറയും തൈറോയിഡിലുണ്ടാവുന്ന മുഴകളിലുണ്ടാവുന്ന ഒരു ക്യാൻസറസ് ചേഞ്ച്. അപ്പോൾ ഓക്കെ. തൈറോയിഡിൽ മുഴകളുണ്ടോയെന്ന് വെച്ചിട്ട് അതും നമ്മളെല്ലാം പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഉം. ഒരു അൾട്രാസൗണ്ട് നെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വളരെ കോമൺ ആയിട്ട് അൾട്രാസൗണ്ട് നെക്കൊക്കെ ചെയ്യും. ഉം. അല്ലെങ്കിൽ കഴുത്തിന് വേദന വന്നാൽ നമ്മൾ സ്കാനും ഒക്കെ ചെയ്യും, CT സ്കാനും ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ MRI ചെയ്യും. അത് പണ്ടത്തേക്കാളും ഒരുപാട് കൂടുതലാണ്. ഉം. അപ്പോൾ അതും കൂടി ഒരു കാരണമാണ് തൈറോയ്ഡ് ക്യാൻസേഴ്സ് നമ്മൾ കൂടുതലായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനുള്ളത്. ഉം. കാരണം ഇൻസിഡൻ്റലായിട്ട് നമ്മൾ തൈറോയിഡിൽ ഒരു മുഴ കാണുന്നു. ഉം. ഒരു കണക്ക് പറയുകയാണെങ്കിൽ നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുവാണെങ്കിൽ, ജനറലായിട്ടൊരു അൾട്രാസൗണ്ട് ചെയ്യുവാണെങ്കിൽ ഒരു 2 ആളുകൾക്ക് തൈറോയിഡിൽ നൊഡ്യൂൾസ് കാണും. ഓക്കെ. അപ്പോൾ അതെല്ലാം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം ഓക്കെ. നമ്മൾ ട്രീറ്റ്മെൻറ്റോ പരിശോധനയോ നടത്തേണ്ടതില്ല. പക്ഷേ അതിലുള്ള ചില ഫൈൻഡിങ്സ്, അതിൻ്റെ ഒരു സൈസ്, ബാക്കിയുള്ള ഫൈൻഡിങ്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളത് പരിശോധിക്കണമെന്ന് തീരുമാനം. ഇനി പരിശോധിക്കുന്നതിൽ തന്നെ അതിൻ്റെ ഫൈൻഡിങ്സിൽ ചിലതിലാണ് നമുക്കിപ്പോൾ അതിനൊരു സർജറിയോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത്.